ഗോപികേ നിൻ വിരൽ തുമ്പുരും ഇവിതുമ്പി ഗോപികേ നിൻ വിരൽ തുമ്പുരും ഇവിതുമ്പി വീണയോ ഹൃദയമോ തേനഞ്ചിത്തേ ഗോപികേ ആ ആ ആ ആവണി തെന്നലിൽ ആടുമൂഞ്ഞാലിൽ അക്കരെ ഇക്കരെ എത്ര മോഹങ്ങൾ ആവണി തെന്നലിൽ ആടുമൂഞ്ഞാലിൽ അക്കരെ എത്ര മോഹങ്ങൾ കൈനീട്ടി പൂവണി കൊമ്പിൻ തുഞ്ചമാട്ടി വർണ്ണവും ഗന്ധവും അലിയും തേനരുവിലാനന്ദമുന്മാദം ഗോപികേ നിൻ വിരൽ തുമ്പുരും ഇവിതുമ്പി വീണയോ ഹൃദയമോ തേനഞ്ചിത്തേ ഗോപികേ ആ ആ ആ എൻ മനം പൂർണ്ണമാ പാനഭാജനമായി തുമ്പി നീ ചുറ്റിനും തുള്ളിളകുമ്പോൾ എൻ മനം പൂർണ്ണമാ പാനഭാജനമായി തുമ്പി നീ ചുറ്റിനും തുള്ളിളകുമ്പോൾ കാതിനീലോലമായി മൂളും മന്ത്രം കേട്ടു നിത്യമാ നീലിമ
മനസ്സിൻ രതിയുടെ മേഘങ്ങൾ സ്വപ്നങ്ങൾ ഗോപികേ നിൻ വിരൽ തുമ്പുരും വിതുമ്പി വീണയോ ഹൃദയമോ തേനഞ്ചി തേങ്ങി ഗോപികേ ആ ആ ആ വെരി ഗുഡ് വെരി ഗുഡ്. സഞ്ജയ്, ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. ജാനകി അമ്മ പാടിയ ഒരു പാട്ട് എങ്ങനെയുണ്ട് ഈ സ്വാപ്പ് റൗണ്ട്? ഇൻട്രസ്റ്റിംഗ് ആണ് സത്യം പറഞ്ഞാല്. അതെ, ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് മെയിൽ സോങ്സ് ആണല്ലോ. ഇപ്പോൾ ഫീമെയിൽ പാട്ട് പഠിക്കുന്ന സമയത്ത് സ്റ്റൈൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ സംഗതികളുടെ ഡിഫറൻസും അതൊക്കെ അറിയാനും പഠിക്കാനും പറ്റി. അത് ഒരുപാട് സന്തോഷം. ഓക്കെ. പക്ഷെ സഞ്ജയുടെ ഇപ്പോൾ കുറേ പാട്ടുകൾ കഴിയുമ്പോഴും ജഡ്ജസ് എല്ലാവരും ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു വേർഡ് അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ പാട്ടിലും സഞ്ജയ് കൊടുക്കുന്ന ഒരു എഫേർട്ട്, അതിനൊരു വലിയ കഴിവ്. ഓക്കെ, നമുക്ക് ചോദിക്കാം. MG സർ. സഞ്ജയ്, മനോഹരമായിട്ടുള്ള ഒരു പാട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ എടുത്തങ്ങ് പറയുക, ജോൺ സേട്ടന്റെ പാട്ട്. സോറി, ഞാൻ പറയാൻ പോവാ. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. പറ്റത്തില്ല. ഇപ്പൊ ഡീറ്റെയിൽ പറഞ്ഞു. ഇനി ബാക്കിയും കൂടെ ഞാൻ അതെ. പറയാം. അസാധ്യ പാടം, ബ്യൂട്ടിഫുൾ സോങ്. അതുപോലെ ഈ പാട്ട് കമ്പോസ് ചെയ്തത് ജോൺസൺ മാഷും, വരികൾ എഴുതിയത് കാവാലൻ സാറും, പാടിയത് S. ജാനകിയമ്മ. ആഹാ, എന്ത് വേണം? മുട്ടായി പാട്ട് മോൻ നന്നായിട്ട് പാടി കേട്ടോ. കാരണം കുറച്ച് സ്ഥലങ്ങൾ എത്ര മോഹങ്ങൾ അങ്ങനെയുള്ള താഴെയുള്ള ലാസ്റ്റിൽ വന്ന കുറച്ച് പോർഷൻസ് മാത്രമേ ഉള്ളൂ മോന് പോയിരിക്കുന്നത്, എനിക്ക് തോന്നിയിടത്തോളം. പിന്നെ ഇതിൻ്റെ ഒരു റിവേഴ്സ് ആക്ഷൻ ഉണ്ട്. അതായത് ജാനകിയമ്മ കൊടുത്തിട്ടുള്ള മോഡുലേഷനുണ്ട്. അതൊരിക്കലും ഒരു മെയിൽ വോയിസിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. 100% അവർ ഒരു ഏറ്റക്കുറച്ചിലുണ്ട് പല സ്ഥലത്തും. തോന്നിയോ അത് മോൻ പാടി, നന്നായിട്ട് തന്നെ പാടി. പക്ഷെ അത് ഒരു മെയിൽ വോയിസ് വരുമ്പോഴത്തേക്ക് അത് ഒരിക്കലും നമുക്ക് ഇപ്പോൾ ഗോപികെ അത് കഴിഞ്ഞിട്ടുള്ള അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പാടാൻ. ഇപ്പം ദാസേട്ടനും ജാനകിയമ്മയും പാടിയ സെയിം സോങ് ഉണ്ട്. എടുത്തു നോക്കിയാൽ ദാസേട്ടൻ്റെ സ്റ്റൈൽ വിൽ ബി ഡിഫറെൻറ്റ്, ജാനകിയമ്മ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ മോൻ പറഞ്ഞൊരു കാര്യം സത്യമാണ്. അതായത് യു ഗോട്ട് ആൻ എക്സ്പീരിയൻസ്. കാരണം ജാനകിയമ്മ പാടുന്ന സംഗതികൾ പഠിക്കാനും പാടാനും ഉള്ളൊരു എക്സ്പീരിയൻസ് കിട്ടി. അത് കാരണം ഏത് ടൈപ്പിലുള്ള പാട്ട് വന്നു കഴിഞ്ഞാലും മോഡുലേഷൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കൊക്കെ പാടാൻ സാധിക്കും. അങ്ങനൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം ഈ റൗണ്ടിലൂടെ അമൃത ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിന് വലിയൊരു കൈഡിയായിരുന്നു. ഇറ്റ്സ് എ ബെസ്റ്റ് റൗണ്ട്. പിന്നെ വലുതായിട്ടൊന്നും എനിക്ക് അങ്ങനെ ഇതൊന്നും തോന്നിയില്ല. ഈ മെയിനായിട്ട് തോന്നിയ ഒരൊറ്റ കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇത് ഫീമെയിൽ വോയിസിൽ കേട്ടിരിക്കുന്നതുകൊണ്ട് മെയിൽ വോയിസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജെർക്ക് മാത്രം ഫീൽ ചെയ്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആലാപന രീതികൾ ഓരോ മെയിൽ പാടുമ്പോഴും ഫീമെയിൽ പാടുമ്പോഴും, അതുപോലെ തന്നെ ജോൺ സേട്ടൻ ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പം ഇത് ഫീമെയിലിന് വേണ്ടി ചെയ്യുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഫോർമാറ്റ് കാണും, സ്റ്റൈലും കാണും. ബട്ട് നന്നായിട്ട് പാടി. ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ് ഫോർ യു. വേറൊന്നും പറയാനില്ല. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ചേച്ചി. സഞ്ജയ്, മനോഹരമായൊരു പാട്ട്. MG സർ പറഞ്ഞ പോലെ നമ്മൾ ഈ ഫീമെയിൽ വേർഷൻ ആണല്ലോ എപ്പോഴും എല്ലാവരും പാടി കേട്ടിരിക്കുന്നത്. ഇതിലുള്ളൊരു മെയിൻ ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു പാട്ട് ഒരു മെയിൽ പാടുമ്പോഴും ഫീമെയിൽ പാടുമ്പോഴും എപ്പോഴും അതിൻ്റെ എക്സ്പ്രഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? ഒരു സ്ത്രീ എന്ന് പറയുമ്പം എക്സ്പ്രഷൻസേ വേറെ അല്ലേ? എല്ലാം മെയിൽ പോലെ പാടാൻ പറ്റില്ലല്ലോ നമുക്ക്. അതേപോലെ മെയിൽ പാടുമ്പോൾ ആ ഫീമെയിൽ എക്സ്പ്രഷൻസ് വരില്ല. മോൻ ഇതിൽ നല്ല രീതിയിൽ തന്നെ അത് പാടിയിട്ടുണ്ട്. എക്സ്പ്രഷൻസ് ഒക്കെ മനോഹരമായിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ചില അതൊക്കെ ആ ഫീമെയിലിൽ വരുന്ന കുറച്ച് ടച്ചസ് ഉണ്ട്. അത് മെയിലിൽ വന്നാൽ എനിക്ക് തോന്നുന്നു, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അത് ഒരു അഭംഗിയായിരിക്കാം. ഇത് മോനൊരു മെയിൽ ആസ്പെക്റ്റിൽ തന്നെ അത് ഫോക്കസ് ചെയ്ത് പാടി. അത് നല്ലൊരു കാര്യമാണ്.
താങ്ക് യു. എനിക്കിതിൽ ആ അകാരം മാത്രമാണ് ലാസ്റ്റിൽ ഗോപികേതാ അവിടെ മാത്രമാണ് ഒന്ന് ശ്രുതി ചേരാമായിരുന്നു എന്ന് തോന്നിയത്. ഏറ്റവും ഹൈ പോർഷൻ ഹിറ്റ് ചെയ്യുന്നത് ആ നോട്ട്. അല്ലാതെ തരക്കെടില്ലാതെ പാടി നല്ലൊരു പാട്ടാണിത്. നമുക്ക് എപ്പോൾ കേട്ടാലും ഒരു വല്ലാത്തൊരു പ്രണയം തോന്നുന്ന ഒരു പാട്ടാണ് അത്. മോനെ നല്ല സെലക്ഷൻ, എന്തായാലും നല്ല ഭാവിയുണ്ട്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ, എങ്ങനെ ഉണ്ടായി സർ സഞ്ജയുടെ പാട്ട്? അയ്യോ ഒരു മിനിറ്റ് സഞ്ജയ്, പാറു എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു സർ, അവൻ അടിപൊളിയായിട്ട് പാടി. അപ്പം സഞ്ജയ് ബ്യൂട്ടിഫുൾ ശുക്രായിരുന്നു. നമുക്കിനി ഇതിനകത്ത് വേറെ മേളൊന്നും തിരുവായിക്ക് എതിർവായില്ലെന്ന്. അല്ല എനിക്ക് പാറ് ബാക്കിയും കൂടെ പറ. സാറ് പറയൂ സഞ്ജയ് സാറേ. മനോഹരമായിട്ട് പാടി സഞ്ജയ്. താങ്ക് യു സാർ. ഉഗ്രം പാട്ടടാ. അവിടെ ഈ പടം കണ്ടതാണോ? ഇല്ല സാറേ. എന്ത് വന്നടേ, ഇതിനൊക്കെ ഇരുന്ന് ആ എടുത്തിട്ടൊരു കുത്തിയാ വരത്തില്ലേ? എടാ നല്ല പടമാണ്. ഇത് ഭരതേട്ടന്റെ പടവാ. ഒരു പടം. അയ്യോ, ഈ കാറ്റത്തെ കിളിക്കൂട് എന്നുള്ള ടൈറ്റില് എത്രമാത്രം യോജിക്കുന്നു എന്നുള്ള ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. അതൊക്കെ കാണണം. അവനെ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. എനിക്ക് ആ വിതുമ്പി എന്നുള്ളത് അത് സെക്കൻഡ് നന്നായിരുന്നു. ആ പലവിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. ആ ഒരു ഉളുക്ക് ഒരു ഒടിവ് സംഗതി ഉണ്ടല്ലോ, അത് ശരിയാക്കാം. പിന്നെ തേനഞ്ചി അത് പാടാം മോനെ. അത് അങ്ങനല്ല, തേനഞ്ചി ആ തേനല്ലേ, അതാ വേണ്ടത്. നമ്മൾ തേന അത് പറഞ്ഞ തേനയല്ല. എത്ര മോഹങ്ങൾ അത് അത് ഇച്ചിരി ഹൈ ആയിട്ട് ഇത് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ്. പിന്നെ മോനെ എനിക്ക് എൻ്റെ അടുത്ത് പറയാനുള്ള അരിയും തേനരുവ, ആ തേൻ വല്ലാണ്ട് ഓപ്പൺ ആവുന്നു. പിന്നെയും തേനാണ് നമ്മൾ വന്നത്. ഇതൊരു അത്ഭുതം. അതൊന്ന് പാടാമോ? ആ തേൻ നിലവിളിക്കാതെ സോഫ്റ്റായിട്ട്. അരിയും തേനരുവിയിലാണ്. അതങ്ങനെ അങ്ങനെ അരിയും അങ്ങനെ ആക്കണ്ട. അത് ഒരു നാച്ചുറലായിട്ടുള്ള ലെവല്. അരിയും തേ അങ്ങനെ ആവണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് പൊട്ടിച്ചെടുക്കും, ചെവിക്കല് പോയി. അതുകൊണ്ടാണ് ചോദിച്ചത്. ഒന്ന് പാടാമോ അത്? വർണ്ണവും ഗന്ധവും അലിയും തേനരുവിയിലാണ്. അത് അത്ര കൊടുത്താൽ മതി കേട്ടോ. അതിൽ ഒന്നിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. നന്നായിട്ട് പാടി ചക്കര. വേറൊന്നുമില്ലടാ. നീ എന്തൊക്കെയാലും ഈ മൂളും ഈ അതിൽ ലോലമായി മൂളും മൂളും മന്ത്രം അതിനൊക്കെ ഉള്ളിൽ ഒരു ഡൈനാമിക്സ് ഉണ്ട്, അത് വേണം. മൂളും അത് കറക്റ്റായിട്ട് വരട്ടെ. മന്ത്രം. നൈസ് കൊള്ളാം. മൊത്തത്തിൽ നല്ല. ഇതൊക്കെ എടാ, ഇത് ഞാൻ പറഞ്ഞ ഇത് കുറച്ചും കൂടെ നമുക്ക് ഒരു സുഖം വരാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. അല്ല, നന്നായിട്ട് തന്നെ പാടി. നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. അപ്പം നമ്മുടെ ഇവൻ നിശാന്ത് മനോഹരമായിട്ട് പ്ലേ ചെയ്തു. താങ്ക് യു. ഓർക്കസ്ട്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു സർ. ടാനിക. സഞ്ജയ്, സാറേ, ഐ എം പ്രൗഡ് ഓഫ് യുടാ. താങ്ക് യു സാർ. നീ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ഉഗ്രൻ സോങ് സെലക്ഷൻ, ഒരു രക്ഷയില്ലാത്ത പാട്ട്. അത് ഞാൻ ആപ്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു. ബാക്കി ഇവരൊക്കെ പറഞ്ഞു, അതൊക്കെ മനസ്സിൽ വെക്കാം. ഓക്കെ, ഐ എം പ്രൗഡ് ഓഫ് യു. അതാണ്. ഐ എം പ്രൗഡ് ഓഫ് യു. വൈ? ഹേയ് മാൻ. ഓക്കെ, താങ്ക് യു ഷാനിക. മാർക്സ് വയ്ക്കാം. എം ജി സർ 9.1. താങ്ക് യു സാർ. താങ്ക് യു സർ. ശരത് സർ 9.2. കറക്റ്റ് ആണോ? ഓ സൂപ്പർ. ചേച്ചി സഞ്ജയുടെ മാർക്സ് ദാ. ഓക്കെ സോ ടോട്ടൽ 18.3. സൂപ്പർ. ഇതുപോലെ പോട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.